കേരളത്തിന്റെ മതേതരത്വം അതിന്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാമോ? ഞാൻ ഒരു വീഡിയോ കാണിക്കാം, ഇതൊന്ന് കണ്ടോളൂ. ഇസ്ലാമിക ശരീഅത്തിൽ തൊട്ടുകളിച്ചാൽ ഇന്ത്യ മതേതര രാജ്യമാണ്, ഭൂരിപക്ഷം അമുസ്ലിങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ് എന്നും നമ്മൾ നോക്കാറില്ല. ശരീഅത്തിൽ തൊട്ടുകളിച്ചാൽ അതിന്റെ വൈകാരിക പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന 10,000 ലക്ഷങ്ങൾ ഇന്ത്യയിൽ എവിടെയും കാണാൻ സാധിക്കും. കാരണം ഈ ഇസ്ലാമിക ബോധം, ഈ ഇസ്ലാമിക സ്പിരിറ്റ്, ഈ സുന്നി സ്പിരിറ്റ് ഉണ്ടാക്കി തീർത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരീഅത്തിനെ തൊട്ട് കളിക്കുന്നിടം വരെ മാത്രമേ മതേതരത്വം ഇവിടെ നിലനിൽക്കുള്ളൂ എന്നാണ് ഇദ്ദേഹം മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത്. ഒരുപാട് പേര് അതിനെ ശരി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുമുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ആള് കൂടുമ്പോൾ ഇവർക്ക് അവകാശങ്ങളും കൂടുവന്നത് വേറെ കാര്യം. ഒരു പരിധിവരെ മാത്രമേ മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാതിരിക്കാനായിട്ട് ഇവരെ കിട്ടുള്ളൂ. അവരുടെ ഈ പറയുന്ന ശരീഅത്ത് എന്ന് പറയുന്ന ആ ഒരു സംഗതി എല്ലായിടത്തും വരണമെന്ന് തന്നെയാണ് അവർക്ക് ആഗ്രഹം. ഇവർക്ക് ഇസ്ലാമിക കൺട്രി മതി, ഇസ്ലാമിക സ്റ്റേറ്റ് മതി. കുറച്ച് ദിവസം മുമ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു നേതാവ് പറഞ്ഞത് ഞങ്ങൾക്ക് മര്യാദക്ക് നിസ്കരിക്കണമെങ്കിൽ പോലും ഇവിടെ ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിലേ നടക്കോളൂ എന്നാണ് പറഞ്ഞത്. UDF-ന് പുറകെ വെൽഫെയർ പാർട്ടി എന്നും പറഞ്ഞും മുസ്ലിം ലീഗ് എന്നും പറഞ്ഞുകൊണ്ട് കൈകോർത്ത് വോട്ട് നേടി ഇവരൊക്കെ എന്ത് സംഗതിയാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വോട്ട് ചെയ്യും മുമ്പ് ജനങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. പക്ഷേ വോട്ട് ചെന്ന് ചേരുന്നതും അതിന്റെ ഫലം അനുഭവിക്കുന്നതും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ അനുഭവിക്കാൻ മാത്രം കേരളത്തിൽ കോൺഗ്രസിന് ഇപ്പൊ ഒന്നുമില്ല. ആകെ കോൺഗ്രസിന് 2 കാലുള്ളത്, ഒന്ന് വെൽഫെയർ പാർട്ടിയും ഒന്ന് മുസ്ലിം ലീഗുമാണ്. നോക്കൂ, ശരീഅത്ത് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് കീഴിൽ ഭരണഘടന അണിനിരക്കുന്ന ഒരു ലോകമാണ് ഇവർ വിഭാവന ചെയ്യുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അതിനു വേണ്ടിയാണോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കണോ? സ്വാതന്ത്ര്യമില്ലാതെ മുഖം മറച്ച് ഇവരൊക്കെ പറയുന്ന തീട്ടൂരത്തിനനുസരിച്ച് ജീവിക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.